അബ്ദുൽ നാസർ മഅദനിയോടുള്ള വിരോധമല്ല, ഈ തൊപ്പിയോടുള്ള വിരോധമാണ്, ഈ ദാടിയോടുള്ള വിരോധമാണ്, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം സമുദായത്തോടുള്ള വിരോധമാണ്, ഞാൻ നെഞ്ചോടെടുക്കുന്ന വിശുദ്ധ ഖുർആനോടുള്ള വിരോധമാണ്, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തോടുള്ള വിരോധമാണ്, എന്റെ ഇസ്ലാമിക സ്വത്വബോധത്തോടുള്ള വിരോധമാണ്, ഞാനൊരു ഉറച്ച മുസ്ലിമാണെന്ന് വിളിച്ചു പറയുന്നത് കൊണ്ടുള്ള വിരോധമാണ്. അത് മനസ്സിലാക്കാൻ ഇന്നും സമുദായത്തിലെ ചിലർക്ക് മനസ്സിലായിട്ടില്ല, അവർ തയ്യാറായിട്ടില്ല എന്ന് മാത്രം. ഇത് മഅദനി എന്ന് പറയുന്ന ഒരുത്തനോടുള്ള വിരോധമാണോ? ആണെങ്കിൽ തീരാൻ സമയായില്ലേ? 9.5 കൊല്ലം ഇട്ട് പീഡിപ്പിച്ചില്ലേ? അതിനു മുമ്പ് കാല് ബോംബെറിഞ്ഞ് തകർത്തില്ലേ? ഇതൊക്കെ കഴിഞ്ഞില്ലേ? കാല് ബോംബെറിഞ്ഞ് തകർത്തതിന്റെ പേരിൽ അബ്ദുൽ നാസർ മഅദനി എന്ന് പറയുന്ന ഈ കൊടും ഭീകരവാദി വലത് കാല് ബോംബ് വെച്ച് തകർത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരുത്തന്റെ ഒരു കാല് തിരിച്ചു ബോംബ് വെച്ച് തകർത്തോ? മഅദനിയെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരുത്തനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചോ? ഒരാളുടെ ഒരു രോമമെങ്കിലും നശിപ്പിച്ചോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം. ഈ മുറിക്കപ്പെട്ട കാലുമായിട്ട് ഞാൻ 9.5 കൊല്ലം ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ എന്താ പറഞ്ഞത്? എന്റെ വലത് കാല് ബോംബ് വെച്ച് തകർത്തവർക്ക് ഞാൻ മാപ്പ് കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? ഈ കഴിഞ്ഞ നവംബർ മാസത്തിലെ കൊല്ലത്ത് സെഷൻസ് കോടതിയിൽ ഈ കേസ് വന്നപ്പോ ഞാൻ പോയിട്ട് എന്താ പറഞ്ഞത്? എന്നെ ഈ വീൽ ചെയറിൽ ഒരു ജീവച്ഛവം പോലെ ഉരുട്ടിക്കൊണ്ട് മുമ്പിൽ വെക്കുമ്പോൾ, എന്നെ ബോംബെറിഞ്ഞ RSS-കാരൻ തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം അതിലെ 1-ാം പ്രതി എന്റെ അടുക്കൽ അൻവാർ ശേരിയിൽ വന്ന് ഈ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിച്ച് ഞാൻ മുസ്ലിം ആയിക്കോളാം എന്ന് പറഞ്ഞവനാണ് 1-ാം പ്രതി. ആ 1-ാം പ്രതി ഉൾപ്പെടെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ കോടതിക്ക് മുന്നിൽ എന്താ എഴുതി കൊടുത്തത്? എന്റെ നഷ്ടപ്പെട്ടു പോയ വലത് കാലിന് പകരം 17 കൊല്ലം മുമ്പ് നഷ്ടപ്പെട്ട കാല് ആരെങ്കിലും കുറച്ചു നാൾ ജയിലിലടച്ചത് കൊണ്ട് തിരിച്ചു കിട്ടൂല. എനിക്ക് നഷ്ടപ്പെട്ട കാലിന് പകരം ഒന്നും ആവൂല. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ട കാലിന് പകരമാകാൻ ഒന്നിനും കഴിയാത്തത് കൊണ്ട് ജയിൽ ജീവിതത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചതാ. ഒരു നിമിഷത്തിൽ എന്നോട് ദേഷ്യം തോന്നി എന്നെ കൊല്ലാൻ ശ്രമിച്ച ഇവർക്ക് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതിയും മാപ്പ് കൊടുക്കണമെന്ന് എഴുതി കൊടുത്തപ്പോൾ ജില്ലാ സെഷൻസ് അഡീഷണൽ ജഡ്ജി വാസവൻ എന്റെ മുഖത്തേക്ക് കുറെ നേരം ഇങ്ങനെ തുറിച്ചു നോക്കിയിരുന്നിട്ട്, കോടതിയാണോ മാപ്പ് കൊടുക്കേണ്ടത്, ദൈവം തമ്പുരാനല്ലേ മാപ്പ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് എന്നെ സാക്ഷി പറയാൻ വിളിച്ചപ്പോൾ ഞാൻ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അത്രത്തോളം കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ എന്റെ കാല് ബോംബ് വെച്ച് തകർത്തവർക്ക് ഞാൻ മാപ്പ് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് വാക്ക് പാലിച്ചുകൊണ്ട് കോടതിക്ക് മുന്നിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചിറങ്ങിപ്പോന്നെങ്കിൽ എന്റെ ഭാര്യ അറസ്റ്റ് ചെയ്ത അതേ ദിവസമാ മക്കളെ എന്റെ കാല് ബോംബ് വെച്ച കേസിലെ പ്രതികൾക്ക് ഞാൻ മാപ്പ് കൊടുക്കുകയും ഞാൻ സാക്ഷി പറയുകയും ചെയ്യാതിരുന്നതിന്റെ പേരിൽ അവരെ വെറുതെ വിട്ടുകൊണ്ട് കോടതി ഉത്തരവിട്ടത്. എന്നിട്ട് ഞാൻ ഭീകരവാദിയാകുന്നു, ഞാൻ തീവ്രവാദിയാകുന്നു, ബാബരി മസ്ജിദിന്റെ മുനാരങ്ങൾ തട്ടി തകർത്ത് തരിപ്പണമാക്കിയത് ഇന്ന ആളുകളാണെന്ന് ലിബർഹാൻ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ട് അവർ തീവ്രവാദികളാകുന്നില്ല, അവർ ഭീകരവാദികളാകുന്നില്ല. ബോംബെയിൽ, ഗുജറാത്തില്, ജംഷഡ്പൂരിൽ, ഗോഹട്ടിയിൽ, വാരാണസിയില്, അയോധ്യയില്, അലിഗറില്, അഹമ്മദാബാദില്, ഭഗൽപൂരില്, ഗുജറാത്തില്